ഒരാളെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ എന്തൊരു പാടാണ്. തെറാപ്പി എടുക്കണം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, ബ്രെയിൻ റീഫയർ ചെയ്യണം. ഇതൊക്കെ ചെയ്താലാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ വേറൊരാളെ ചേഞ്ച് ചെയ്യാന്ന് പറയണത് ഒട്ടും സാധിക്കാത്തൊരു കാര്യമാണ്. അവർക്ക് തോന്നി അവരെ അതിൽ എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. വളരെ ടോക്സിക് ആയിട്ടുള്ള പാരൻസിന്റെ കേസസ് എല്ലാം കേട്ടിട്ടുണ്ട്. കുറ്റം പറയുന്ന, കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര നിന്നൊന്നിനും കൊള്ളില്ല, നിനക്ക് എന്തിനും കൊള്ളാം, നിനക്ക് ആരുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള, അത് ഒരു തവണ ചോദിക്കുന്നത് കൊണ്ട് അവർ ടോക്സിക് ആവുന്നതല്ല കേട്ടോ. പിന്നെയും 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 അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള കേസസ് ഉണ്ട്. ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയന്റിന് ആ വോയിസ് തിരിച്ചെടുത്ത് കൊടുക്കുക, അവര് മാറ്റർ ചെയ്യും എന്നുള്ളതാണ് തെറാപ്പി. ഒരു പക്ഷേ ആ ഭാഗം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പാരന്റ്സ് ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരും, നോ പറയേണ്ട കൊടുത്ത് നോ പറയേണ്ടി വരും, ചിലപ്പോൾ ഫുൾ ടൈം എൻഗേജ് ചെയ്തിരിക്കുന്ന കണക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും പാരന്റ്സ് ആർ യുവർ പാരന്റ്സ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. അത് അംഗീകരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുക എന്നുള്ളതല്ലല്ലോ. ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഈ പറയുന്ന പാർട്ട്ണറിനെ ആയാലും നമുക്ക് സ്നേഹിക്കാം. പക്ഷെ ബൗണ്ടറിയും അവിടെ ഈക്വലി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റണം എന്നില്ല, പക്ഷെ നമുക്ക് അവരെ സ്നേഹിക്കാം.